ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ആർത്തിയല്ല. അതായത് ആർത്തി വെറും ആർത്തി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം എന്നൊക്കെ പറയില്ല. ആർത്തി ആർത്തി ഇങ്ങനെ മൂത്തോണ്ടിരിക്കണം നമ്മളെ മമ്മൂക്കാക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ആർത്തി മൂക്കാണല്ലോ, സിനിമയോടുള്ള ആർത്തി. പുതിയ 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 കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ആർത്തി. പുതിയ പുതിയ സിനിമകൾ ഇങ്ങനെ ചെയ്തിട്ട് ജനങ്ങളെങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യാ, ജനങ്ങളെ മാജിക് കൊണ്ട് ഇങ്ങനെ ഹൃദയം കീഴടക്കാനുള്ള ആർത്തി എന്നൊക്കെ പറയില്ല. അങ്ങനെ പുതിയ പുതിയ സിനിമകൾ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് ജനങ്ങളുടെ ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്യുക, ഹൃദയം കൈവരിക്കുക എന്നൊക്കെ പറയില്ലേ. ഏഹ് ഹൃദയം കവരുക, മനം കവരുക എന്നൊക്കെ പറയില്ല. ആ ലെവലിലാണ് ഇപ്പൊ മമ്മൂക്കാടെ ഈ കാട്ടിക്കൂട്ടിൽ നടക്കുന്നത്. അതായത് ഓരോരോ സിനിമയോടും അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആർത്തി. പണത്തിനോട് അദ്ദേഹത്തിന് ആർത്തില്ല, അദ്ദേഹത്തിന് ഇതിനോടാണ് ആർത്തി, സിനിമയോടാണ്. സിനിമയോടുള്ള ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ പുതിയ സിനിമകൾ ചെയ്യണം, പുതിയ 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 കഥാപാത്രങ്ങൾ ഇങ്ങനെ അമ്മാനം ആടണം. അതായത് തേച്ചാൽ ഇനിയും ഒരുപാട് മിനുങ്ങുന്ന ഒരു മാണിക്യമുത്താണ് ആര്, മമ്മൂട്ടി എന്ന് പറഞ്ഞത്. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കണം എന്നിങ്ങനെ ചിന്തിക്കണ ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് എന്താണ്, പണത്തിനോടല്ല. പണം 10 തലമുറക്ക് എന്ത് 10 തലമുറക്ക് കഴിയാനുള്ളത് ഓൾറെഡി മമ്മൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പോരാണ്ട് ഇപ്പോ ദുൽഖർ സൽമാൻ അത്യാവശ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇയാളുടെ ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പണത്തിനോടല്ല. ഇയാളുടെ ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമനോടാണ്. പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യാനും, അതായത് പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യണം, അഭിനയിക്കാനുള്ള അടങ്ങാത്ത ആർത്തി മൂത്ത് നടക്കണവര് നമ്മൾ മമ്മൂക്ക തന്നെയാണ്. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം, മലയാളികളുടെ ഏറ്റവും വലിയ അഹങ്കാരം എന്നൊക്കെ പറയില്ല. അപ്പോ വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർത്തി മൂത്ത് നടക്കണം നമ്മൾ മമ്മൂക്ക. ഇനി എന്താ, അണിയറയില് ഒരുപാട് വമ്പൻ ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും അതുപോലെ തന്നെ നോർമൽ ചിത്രങ്ങളും. അതായത് ബഡ്ജറ്റ് കുറവുള്ളതുകൊണ്ട് കൂടിയതുണ്ട്. അപ്പൊ പല ലെവലിലുള്ള ചിത്രങ്ങൾ ഇങ്ങനെ അണിയറയിൽ ഇങ്ങനെ എന്താണ് പണിപ്പുരയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക പറയാ, അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഷൂട്ട് കഴിഞ്ഞതും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഷൂട്ടിംഗ് മറ്റേ ഷെഡ്യൂളൊക്കെ റെഡിയാക്കി വെച്ചതുമായ ഒരുപാട് പടങ്ങൾ. ഇപ്പൊ 2026 മമ്മൂക്ക തൂക്കുന്നുള്ളതിന് യാതൊരു വിധ എന്തില്ല, ഒരു സംശയമില്ല. കാരണം വരാനിരിക്കുന്നത് വമ്പൻ ചിത്രങ്ങളാണ്. വമ്പൻ ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ ചിത്രങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ കഥ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോ അതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ വെറൈറ്റി സിനിമകൾ വരാൻ വേണ്ടി പോവാണ്. അതായത് ഒരുപാട് പുതുമുഖ സംവിധായകന്മാരുണ്ട് കേട്ടോ. അതായത് മുൻനിരയിൽ നിൽക്കുന്ന സംവിധായകരുണ്ട്, പുതുമുഖ സംവിധായകന്മാർക്ക് മറ്റേ ചാൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ട് വെച്ചെങ്കിൽ അവരെ സമൂഹത്തിന്റെ മുൻനിരയിൽ വലിയ സംവിധായകന്മാരായിട്ട് കൈപ്പിടിച്ചുയർത്താനുള്ളൊരു താരമുണ്ട് വെച്ചെങ്കിൽ അത് മമ്മൂക്കാണ്. അപ്പോൾ പുതുമുഖ സംവിധായകന്മാരെ മുൻനിര സംവിധായകന്മാരായി മാറ്റുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആരാണ്, എങ്ങനെയാണ് പുതുമുഖ സംവിധായകന്മാരെ മുൻനിര സംവിധായകന്മാരായി മാറ്റുന്ന ഒരു വ്യക്തി ഉണ്ട് വെച്ചെങ്കിൽ അത് നമ്മളെ മമ്മൂക്കാണ്. അപ്പോൾ പണികൾ അവിടെ എന്താ പറയുക, പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പണികൾ ഇങ്ങനെ കണ്ടിട്ട് ജനങ്ങൾ എന്ത് ചെയ്യണം, ജനങ്ങളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാള് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, ഇയാൾ എന്താണ്, ജനങ്ങളിങ്ങനെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കണം മമ്മൂക്ക. അപ്പൊ പണിപ്പുരയിൽ ഇങ്ങനെ വെറൈറ്റി കഥാപാത്രങ്ങളും അതുപോലെ തന്നെ വെറൈറ്റി ദൃശ്യാനുഭവങ്ങളും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മലയാളി പ്രേക്ഷകരും അതുപോലെ തന്നെ മമ്മൂക്കയുടെ കട്ട ഫാൻസുകളും അതുപോലെ തന്നെ ലോക മലയാളികളും അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമാ ലോകം, അതുപോലെ തന്നെ ഇപ്പൊ എവിടെയാണ് ഓസ്കർ. അപ്പോൾ ഓസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയി. അപ്പോൾ ലോകം ഉറ്റുനോക്കുന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ലെവലിൽ മമ്മൂക്കാനെങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രായം ഒരു നമ്പർ മാത്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ചെങ്ങയുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് ജനങ്ങളിങ്ങനെ അന്തം വിട്ട് കുന്തം പോയ പോലെ നോക്കിക്കണം. അപ്പോൾ ഒരുപാട് സിനിമകൾ ഇനിയും വരട്ടെ, വെറൈറ്റി കഥാപാത്രങ്ങൾ വരട്ടെ, ജനങ്ങൾ അതുപോലെ നമ്മളെല്ലാവരും അത് കണ്ട് എന്ത് ചെയ്യുക, ആസ്വദിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.